അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ഒരു മരണവിയോഗ വാർത്ത കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ പെൺകുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അഞ്ജല ഫാത്തിമ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ചിലപ്പോൾ ആ പെൺകുട്ടി പാറടി മണ്ണിലേക്ക് യാത്രയായിട്ടുണ്ടാകും. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരുപാട് സ്വപ്നങ്ങൾ പേറി നടന്നിരുന്ന ഒരു മകള് മൈസൂരിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് സുഹൃത്തുക്കളുടെ കൂടെ. ആ ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധ ആ ഒരു പെൺകുട്ടി കേൾക്കുകയും ആ പെൺകുട്ടി ചികിത്സാർത്ഥം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അത് കരളിനെ ബാധിച്ചിട്ടുണ്ട് എന്ന്. ഇനി കരൾ മാറ്റിവെക്കുക അല്ലാതെ വേറെ ഒരു മാർഗം മുന്നിലില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കരൾ ഈ പെൺകുട്ടിക്ക് മാറ്റിവെക്കാമെന്നുള്ള ഒരു വാർത്ത അവർക്ക് കിട്ടി. കുടുംബം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. കാരണം പഠിക്കാൻ ഒരുപാട് മികവുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി പഠിക്കുന്നതാകട്ടെ മൈസൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള ദിവസം വരെ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ആ പെൺകുട്ടിയാണ് പെടുന്നനെ ഇന്നലെ വൈകുന്നേരം എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കിയിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. വല്ലാത്ത വേദനയാണ് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് വരുന്നതെങ്കിൽ 24 വയസ്സ് വരെ പോറ്റി വളർത്തി വലുതാക്കിയ ആ പെൺകുട്ടിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ എത്രത്തോളം വേദനാജനകമാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പടച്ച തമ്പുരാൻ ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം അത്രമേൽ വേദനാജനകമാണ് ആ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്ന്. പഠിപ്പിച്ച് വലുതാക്കി പഠിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പെടുന്നനെ ഒരു ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ തൻ്റെ മകളെ പിന്നീട് ഈ ലോകത്ത് നിന്ന് പോലും വിട പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ നോവെന്നത് ഈ ഒരു രീതിയിൽ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദനയുടെ ആ കാഠിന്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമുക്കൊക്കെ വേദനയാണ് ആ ഒരു വാർത്ത കേൾക്കുന്നതെങ്കിൽ അനുഭവിക്കുന്നവരുടെ അവസ്ഥ എത്രത്തോളം വേദനാജനകമാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ കഴിയുന്ന ആളുകൾ മുഴുവൻ അഞ്ജല ഫാത്തിമ എന്ന ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങളെല്ലാവരും ഓതണം. കാരണം ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് മാത്രമാണ് ഇനി നമ്മുടെ ഒക്കെ അടുത്തുള്ളത്. അള്ളാഹു ആ കുട്ടിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കുണ്ട്. ആ സുഹൃത്തുക്കളുമായിട്ട് നല്ല ഒരു ബന്ധമാണ് അവൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടാൽ ആ വ്യക്തിയെ ഈ അടുത്ത് കണ്ടാൽ പോലും അവൾ തിരിച്ചറിഞ്ഞ് നല്ല രൂപത്തിൽ അയാളോട് പെരുമാറുമായിരുന്നത്രേ. അത്രത്തോളം നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു പെൺകുട്ടി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെയും അവരെയും ഒക്കെ അവൻ്റെ ജന്നാത്തു നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം കൈകൊണ്ട് സ്വന്തം മക്കളെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറയുന്നത് ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്.
അഞ്ജല ഫാത്തിമ എന്ന തൻ്റെ മകള്, ആ മകളെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ആ പിതാവും മാതാവും വളർത്തി വലുതാക്കിയിട്ടുള്ളത്. അവർ ജീവിച്ചിരിക്കെ 6 അടി മണ്ണിലേക്ക് ചിലപ്പോൾ ഇന്ന് ആ പെൺകുട്ടിയെ ആ പിതാവ് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുന്ന ഒരു നിമിഷം. അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ പിതാവിനും ആ മാതാവിനും അതുപോലെ ആ കുടുംബത്തിനുമൊക്കെ. നമ്മുടെ ഒക്കെ മക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങൾ തുറക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ദിനേന കേൾക്കാനായിട്ട് കഴിയുന്നത്. അതും പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെയുള്ള വാർത്തകൾ. ഒരു വാർത്ത പോലും സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് നമുക്കൊക്കെ ആ ഒരു വാർത്ത നൽകുന്ന അറിവെന്ന് പറയുന്നത്. ഓരോ മാതാപിതാക്കളുടെ ചെറിയ മക്കൾ, അതുപോലെ വലിയ മക്കൾ, ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്ന എത്രയോ ആളുകൾ. ചിലർ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെയാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ആദ്യം ഒരു സുഹൃത്തെന്നോണം സമീപിച്ച് പിന്നീട് അവർ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് അവരുടെ നഗ്ന ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി, ആ പകർത്തിയ ആ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നിരന്തരം മാനസികമായും ശാരീരികമായും ആ കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന രംഗങ്ങൾ. ചില വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വാർത്തകളാണ് പുറം ലോകം അറിയാതെ ഇന്നും മൂടിപ്പൊതച്ച് കിടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെയുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളും ഉണ്ടാകാം എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇല്ല എന്ന് നമുക്കൊരിക്കലും തറപ്പിച്ച് പറയാൻ കഴിയൂല. ഈ അടുത്ത് ഒരു വാർത്ത കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഒരു പെൺകുട്ടി പ്രസവിച്ചത്ര വീട്ടിൽ. ആ പെൺകുട്ടിക്ക് ഗർഭമുള്ളത് പോലും ആ വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പെൺകുട്ടി പ്രസവിക്കാൻ എടുക്കുന്നത് 9 മാസമാണ്. ഈ 9 മാസത്തിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചത് പോലും അവൾ ഗർഭിണിയായതും ആ ഗർഭം ചുമന്ന ആ ദിവസങ്ങളൊന്നും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനിത് വെറുതെ പറയുകയല്ല. ഇന്ന് യൂട്യൂബ് എടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വാർത്തകളെ ഞാനിവിടെ പറയുന്നുള്ളൂ. അത്രമേലും മലീമസമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സമൂഹവും. എത്ര വേദനാജനകമായ വാർത്തകളാണ് ഈ കേൾക്കുന്നത് മുഴുവനും. നമ്മുടെ മക്കളെ അടുക്കൽ വരുന്ന സ്വഭാവ മാറ്റങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരാരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത് എന്നൊക്കെ നമ്മൾ ഇനിയും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ മക്കളുടെ ഫ്രീഡമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വഴിക്ക് നമ്മൾ വിടുമ്പോൾ നമ്മളെ മക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആളുകൾ നിൽക്കുന്നുണ്ട് എന്ന ആ ഒരു നഗ്നമായ സത്യം നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മുടെ ഒക്കെ വീടിൻ്റെ അകത്തളങ്ങളിലും നമുക്ക് കാണേണ്ടി വരുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇനിയും മനസ്സിലാക്കാതിരിക്കരുത് നമ്മളാരും. അള്ളാഹു നമ്മുടെ ഒക്കെ മക്കളെ ഇതുപോലെയുള്ള കണ്ണുകളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.